ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് ബിരിയാണി അരിയാണ്. കായമാരി എന്നും പറയും. ഞാനിവിടെ എടുത്തത് അഷ്റഫ് അരിയാണ്. അരി എടുക്കുമ്പോൾ എപ്പം സൂക്ഷിക്കണം, നല്ല അരിയായിരിക്കണം, എന്നാലേ ബിരിയാണി നന്നാവുള്ളൂ. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 ഉള്ളിയാണ് 3 കപ്പ് അരിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. നേർങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, 3 തക്കാളിയാണ് അരിഞ്ഞിട്ടുള്ളത്, പുതിന, ചെറുനാരങ്ങ, തൈര്, സൺഫ്ലവർ ഓയിൽ, ഗീ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചിളക്കി ഇത് നല്ല ബ്രൗണാണ്ട, ഏകദേശം ഒരു കുറച്ച് ബ്രൗൺ ആയിട്ടാകുമ്പോൾ കുറച്ച് മസാല ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ബ്രൗണാക്കി കിട്ടും. കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നേർങ്ങനെ തന്നെ ഉള്ളി അരിയണം, എന്നാലേ പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടുള്ളൂ മസാല എല്ലാം ആക്കി വരുന്നത്. അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ വേറെ തന്നെ ബിരിയാണിയുടെ മസാല വരുമ്പോൾ വേറെ തന്നെ ഉള്ളി വരും. നന്നായിട്ടുണ്ട്. ഇതുപോലെ ആവണ്ടോ, ഇത് കൂടുതലാവണ്ട. ഇത് ഏകദേശം 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ആവാൻ. ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്തെടുത്ത് നല്ലപോലെ നമുക്ക് ഇളക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ചതച്ച തേച്ചും ചേർത്തെടുത്തിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി നല്ല പച്ചമണം മണമൊക്കെ മാറി നല്ല മണം വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ വെള്ളം നല്ലപോലെ കളയണം, അല്ലെങ്കിൽ മസാല ആയൊരു വെള്ളം വറ്റി കിട്ടില്ല. നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കളയണം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുത്ത്, 1 ടീസ്പൂണ് ഉപ്പും ചേർത്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നമുക്കിത് ഇതിലിടങ്ങ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി, ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വെക്കാം. 1 ടേബിൾ സ്പൂണ് തൈര്, 1 ടേബിൾ സ്പൂൺ തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി മേലെ ഇങ്ങനെ എതിരി കൊടുക്കുന്നത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അരച്ച് വെക്കുന്നുണ്ട്. ഇച്ചിരി മീഡിയം തീയിൽ വെക്കാം. മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് വെക്കണം. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞോ നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതിലേക്ക്
കുറച്ച് മല്ലിയിലയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കുറച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളിക്ക് നല്ല ഉടഞ്ഞ് വന്നു, ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. അത്രയും ചിക്കനും ബോയിൽഡ് ചിക്കൻ ആയതുകൊണ്ട് വേവുണ്ടാവണം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 1/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മസാല റെഡി ആകുമ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ അരി കഴുകിയെടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാം, ബിരിയാണിക്ക് വേണ്ടത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് തിളക്കട്ടെ. അത് അടച്ച് വെച്ച് തിളപ്പിക്കും. വെള്ളം തിളച്ചിട്ടുണ്ട്. 2 ഏലക്കായ, ഒരു കറുപ്പ, 2 കറാമ്പൂ ഇടുന്നുണ്ട് ഇതിലിട്ട് കൊടുത്ത്. രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്ത്. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഫുൾ ഇട്ട് കൊടുത്ത്. അരി നല്ലപോലെ കഴുകി വെള്ളം വാർക്കണം. വറുത്തിട്ട് അരി ആയത് വെള്ളം തിളക്കുമ്പോൾ അതിൽ കറുപ്പയും കറാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത് ഗീ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം അരി ഇട്ടിട്ടാക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഇത് ചോറ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അടച്ചു വെക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 15 മിനിറ്റ് വേവാനെടുക്കും. മസാല ഒന്ന് റെഡിയായി നോക്കാം. ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് നല്ലപോലെ ചിക്കൻ വെള്ളം കളഞ്ഞിട്ടാണ് വെച്ചത്. എന്നാലും ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും ഇറച്ചിൻ്റെയും ഒക്കെ വെള്ളമുണ്ട്. അത് വറ്റിച്ചെടുക്കാൻ നമുക്ക് മൂടി അടക്കാതെ മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഫുൾ തീ വെച്ചിട്ടുണ്ട്. വറ്റിച്ചു കൊടുക്കാം. വറ്റിച്ചെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. കണക്കാണെന്ന് അതൊക്കെ കണക്കല്ല. കണക്കുണ്ട്. ഒന്ന് അടക്കി കൊടുക്കാം. മസാല നല്ലപോലെ ആയിട്ടുണ്ട്. അതുപോലെ ആയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ വെന്ത് കൂടുതൽ വെന്താൽ പിന്നെ അടിഞ്ഞു പോകും. ഓഫ് ചെയ്യാം. ഓഫ് കുറച്ചൊക്കെ ചോറായിട്ടുണ്ട്. നല്ലപോലെ ആയിട്ടുണ്ട്. നന്ന വേവാൻ പാടില്ല. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നല്ലപോലെ ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ ബാക്കി പിന്നെ വേവും. 15 മിനിറ്റ്. ബാസ്മതി അരിയാണെങ്കിൽ പിന്നെ അതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. പിന്നെ 1.25 ഗ്ലാസോളം, 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അത് വേവാൻ വേണ്ടി. നമുക്കിതിൽ ദമ്മിടാം. പെട്ടെന്ന് മാറ്റി വെക്കാം. എന്ന് പകുതി ചോറ് പാത്രത്തിലേക്ക് മാറ്റാം.
ചോറ് വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് ഇതൊന്നിങ്ങനെ നിരത്തി കൊടുക്കുക. അതിൽ കുറച്ച് ഒരു ടീസ്പൂണ് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എടുക്കുക. ഗരം മസാല കുറച്ച് ഗരം മസാലപ്പൊടിയുടെ മല്ലിയില, പുതിനയില, തയ്യാറാക്കി വെച്ച മസാല ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ അട്ടിയായിട്ട് ദമ്മിടുന്നത്. കുറച്ച് ചോറായതുകൊണ്ട് ഒരു ലെയറിൽ മാത്രമേ മസാല ഇടുള്ളൂ. ചോറ് ആദ്യം മാറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിരത്തി കൊടുക്കുക. അല്ല, ചോറ് നല്ല ഒരു കട്ടയൊന്നും കിട്ടാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗീ, ഗരം മസാല കുറച്ച്, മല്ലിയില, പുതിനയില. അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഓൾസാക്കി കൊടുക്കുക. ചെറുങ്ങനെ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണാണ്. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് ഒഴിക്കുന്നത്. മഞ്ഞൾ പൊടി കളറിന് വേണ്ടിയാണ്, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. ഇതിൽ കാറ്റ് പോകുന്നതിന് അതോടെ നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ ഇങ്ങനെ ഓട്ടയിലേക്ക് താഴ്ത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓണാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ചെറിയ തീയിൽ വേണം വെക്കാൻ. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മാക്കാം. നല്ല ടൈറ്റായ മൂടിയായിരിക്കണം. ആവി പുറത്ത് തീരെ പോകാൻ പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ബിരിയാണി ആയിട്ടുണ്ട്. നല്ലപോലെ ദമ്മ് വന്നിട്ടുണ്ട്. ആവിയൊക്കെ മേലെ വന്ന് മല്ലിച്ചപ്പൊക്കെ അടിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു നല്ല സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്താൽ ചോറിൻ്റെ കൂടെയൊക്കെ മസാലയൊക്കെ പിടിച്ച് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ മിക്സ് ചെയ്യാണ്ട് മേലെ നിന്ന് ചോറ് മാത്രം മാറ്റിയിട്ടും എടുക്കാം. ഞാൻ പൊതുവെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ചിട്ടാണ് വിളമ്പാറ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. എളുപ്പത്തിലാവുന്ന ബിരിയാണിയാണ്. അരമണിക്കൂർ കൊണ്ട് ബിരിയാണി റെഡിയായി കിട്ടും. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി ഇടണമൊക്കെ. ഇത് അൽസൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി ചെയ്താൽ മതി. നല്ല അടിപൊളി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.